എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശ്രീ ശാസ്താവിനെ പറ്റിയും അയ്യപ്പസ്വാമിയെ പറ്റിയുമാണ്. ശാസ്താവും അയ്യപ്പസ്വാമിയും ഒന്നാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ശാസ്താവും അയ്യപ്പസ്വാമിയും രണ്ടും രണ്ട് പേരാണ്. അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സ്വാമി ശരണം. ശരണമന്ത്രത്തിൻ്റെ ദിവ്യ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന സമയമാണ് ഓരോ മണ്ഡലകാലവും. ഇക്കഴിഞ്ഞ വർഷം, അതായത് 2024 നവംബർ 16 മണ്ഡലകാലം ആരംഭിച്ചത്. ഡിസംബർ 26 41 ദിവസത്തെ വ്രതം അവസാനിച്ചു. ഇനി അടുത്തത് ജനുവരി 14 മകരവിളക്കാണ്. എന്നാൽ ഈ നവംബർ 16 തൊട്ട് ജനുവരി 14 വരെയും ശബരിമല തീർത്ഥാടന സമയമാണ്. അയ്യപ്പസ്വാമിയെ കാണുവാനായി നിരവധി പേർ, അനേകായിരം പേർ ശബരിമലയിലേക്ക് പ്രവഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുണ്യസമയത്തിൽ ഈ വീഡിയോ ചെയ്യാൻ സാധിച്ചത് തന്നെ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു. കലിയുഗ വരദനായ ശ്രീ ധർമ്മശാസ്താവിൻ്റെയും കലിയുഗ രക്ഷകനായ അയ്യപ്പസ്വാമിയെയും പറ്റിയാണ് പറയുന്നത്. അയ്യപ്പൻ കേരളത്തിലും തമിഴ്നാട്ടിലും പരക്കെ ആരാധിക്കപ്പെടുന്ന ഹൈന്ദവ ദേവതയാണ് അയ്യപ്പസ്വാമി. കേരളത്തിലും ദക്ഷിണേന്ത്യയിലെ പല ഭാഗങ്ങളിലും ആരാധിക്കപ്പെടുന്ന ഒരു പ്രധാന ഹൈന്ദവ മൂർത്തിയാണ് ശാസ്താവ്. പന്തള രാജകുമാരനായ അയ്യപ്പൻ അഥവാ മണികണ്ഠൻ ശാസ്താവിൽ ലയിച്ചു ചേർന്നു എന്നാണ് വിശ്വാസം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഹരിഹരപുത്രനായ ധർമ്മശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ. ശ്രീ പരമേശ്വരൻ്റെയും മഹാവിഷ്ണുവിൻ്റെ സ്ത്രീരൂപമായ മോഹിനിയുടെയും മകനാണ് അയ്യപ്പൻ എന്നാണ് വിശ്വാസം. അയ്യൻ, മണികണ്ഠൻ, ഭൂതനാഥൻ, ശബരിഗിരീശൻ, അയ്യനാർ, വില്ലാളി വീരൻ, ശനീശ്വരൻ, ചാത്തപ്പൻ എന്നീ പല പേരുകളിലും അറിയപ്പെടുന്നു. അയ്യൻ, അപ്പൻ എന്നീ പദങ്ങൾ അയ്യപ്പനെ സംബോധന ചെയ്ത് ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അയ്യ എന്ന് വിളിക്കുന്നതും അയ്യപ്പനെ തന്നെയാണ്. ആദിശാസ്താവ്, ധർമ്മശാസ്താവ്, ജ്ഞാനശാസ്താവ്, കല്യാണവരദ ശാസ്താവ്, സമോഹന ശാസ്താവ്, സന്താനപ്രാപ്തി ശാസ്താവ്, വേദശാസ്താവ്, വീരശാസ്താവ് എന്നിങ്ങനെ 8 ഭാവങ്ങളിലായിട്ടാണ് ശാസ്താവിനെ ആരാധിക്കപ്പെടുന്നത്. ശാസ്താവിനെ ആരാധിച്ചാൽ ശനിദോഷമായ ദുരിതങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുമെന്നും ആപത്തുകൾ ഒഴിയുമെന്നും ദുഃഖങ്ങളിൽ ആശ്വാസമുണ്ടാകുമെന്നും മരണാനന്തരം ഭക്തൻ്റെ ആത്മാവ് ഭഗവാനിൽ ലയിക്കുമെന്നും മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ശബരിമല ആദിവാസികളായ ദ്രാവിഡ ഗോത്രങ്ങളുടെ ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ബൗദ്ധക്ഷേത്രമായെന്നും പിന്നീട് വീണ്ടും ഹൈന്ദവ ക്ഷേത്രമായി മാറിയെന്നും അഭിപ്രായപ്പെടുന്നു. ശാസ്താവും ചാത്തപ്പൻ എന്ന ദ്രാവിഡ ഗോത്ര ദൈവവും ഒന്നു തന്നെ. സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അയ്യപ്പൻ ശാസ്താവിനെ സമന്തഭദ്ര ബോധിസത്വനായാണ് കണക്കാക്കുന്നത്. കേസരി ബാലകൃഷ്ണപിള്ളയാകട്ടെ അവലോകിതേശ്വര ബോധിസത്വനായി. മഹായാന ബുദ്ധമതക്കാരുടെ വിശ്വാസപ്രകാരം സമന്തഭദ്ര ബോധിസത്വൻ്റെ കടമ അതത് നാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണമാണ്. പക്ഷേ ഈ വിശ്വാസങ്ങൾ ഭാരതീയ വിശ്വാസത്തിലും ഗോത്ര ആരാധനകളിലും ഉണ്ട്. അയ്യപ്പസ്വാമിയുടെ നിവാസം ശബരിമലയാണ്. ഗ്രഹം ശനി. മന്ത്രം ഓം സ്വാമിയെ ശരണമയ്യപ്പ. ഇത് നവാക്ഷരി മന്ത്രമാണ്. ആയുധം അമ്പും വില്ലും. വാഹനം പുലി, കുതിര, ആന. ശാസ്താവിനെ ദേശദൈവം, കുലദൈവം, കാവൽ ദൈവം എന്നീ രീതിയിൽ ആരാധിക്കാറുണ്ട്. കേരളത്തിനെ കാത്തുരക്ഷിക്കുന്ന മൂർത്തിയാണ് ശാസ്താവ് എന്നാണ് വിശ്വാസം. ഓരോ ദേശത്തിനും ഓരോ ശാസ്താസങ്കല്പം ഉണ്ടായിരിക്കും. ഈ ശാസ്താസങ്കല്പം മരത്തിന് ചുവട്ടിലോ കാവുകളിലോ ആയിരിക്കും ഉണ്ടായിരിക്കുക. 2 ഭാര്യമാരുള്ള ശാസ്താസങ്കല്പം ഉണ്ട്. ഈ സങ്കല്പം പൂർണ്ണ പുഷ്കല സമേത ശാസ്താവ് എന്നറിയപ്പെടുന്നു. പൂർണ്ണ പുഷ്കല എന്നാണ് ശാസ്താവിൻ്റെ ഭാര്യമാരുടെ പേര്. ഒരു ഭാര്യയും ഒരു പുത്രനുമുള്ള ശാസ്താവ്, അതായത് പ്രഭ സത്യക സമേതനായ ശാസ്താവ്
പ്രഭ എന്ന ഭാര്യയും സത്യകൻ എന്ന മകനുമുള്ള ശാസ്താവ്. ഈ ശാസ്താവാണ് ചമ്രവട്ടം അഥവാ ശമ്പരവട്ടം ശാസ്താവ്. മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം എന്ന സ്ഥലത്ത് പുഴക്കരയിലാണ് ചമ്രവട്ടം ശാസ്താവിൻ്റെ ക്ഷേത്രമുള്ളത്. ശാസ്താവിൻ്റെ കളംപാട്ട് നടക്കുന്നത്, അതായത് ശാസ്താംപാട്ട്, പ്രാദേശിക ശാസ്താവിനാണ്, ശബരിമല അയ്യപ്പനല്ല. ശാസ്താവ് പല ബ്രാഹ്മണ, ക്ഷത്രിയ, നായർ കുടുംബങ്ങൾക്കും പരദേവതയും പഴയ ഗ്രാമങ്ങളുടെ അതിർത്തി ദേവതയും ദേശദേവതയുമാണ് എന്നാണ് വിശ്വാസം. ഗൃഹത്തിൻ്റെയും നാടിൻ്റെയും സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും നല്ല വിളവ് ലഭിക്കാനും മഴ ലഭിക്കാനും അതിവർഷം ഉണ്ടാകാതിരിക്കാനും ദുരിതങ്ങൾ മാറാനും ശ്രേയസ്സിനും സൽസന്താനം ഉണ്ടാകാനും വേണ്ടിയാണ് അയ്യപ്പൻ പാട്ട് നടത്തിയിരുന്നത്. പ്രഭാ സത്യക സമേതനായ ശാസ്താവിൻ്റെ മന്ത്രം: ഓം ക്ഷുരികാ കൃപാണ സായക ചാപകരാബ്ജം പ്രഭായുധം സസുതം ശ്യാമളമാഭരണാഢ്യാം കോമളമാര്യം നമാമി ദേവേശം. ഒരു കയ്യിൽ താമരപ്പൂവോ അമൃത കലശമോ പിടിച്ചിരിക്കുന്ന ശാസ്താവാണ് വൈദ്യശാസ്താവ് അഥവാ ധന്വന്തരി ഭാവം. കിരാത ശാസ്താവ് കുതിരയുടെ പുറത്ത് വരുന്നവനും അമ്പും വില്ലും ധരിച്ചവനും സുന്ദരനുമായ ശാസ്താവ്. ഈ ശാസ്താവ് വനശാസ്താവ് അഥവാ രേവന്തമൂർത്തി എന്നറിയപ്പെടുന്നു. ഗ്രാമങ്ങളുടെയോ ദേശങ്ങളുടെയോ ഊരുകളുടെയോ തട്ടകങ്ങളുടെയോ അതിർത്തിയിൽ ഈ ശാസ്താവായിരിക്കും പ്രതിഷ്ഠ. കുതിരാനിലുള്ള ശാസ്താവ് കിരാത ശാസ്താവാണ്. ശ്രീ ധർമ്മശാസ്താവ് ഭാര്യമാരായ പൂർണ്ണ, പുഷ്കല എന്നിവരോട് കൂടിയുള്ള ആ രൂപം ഗംഗൈകൊണ്ട ചോളപുരത്തെ മ്യൂസിയത്തിൽ ഉണ്ട്. ജാതിമത ഭേദമന്യേ ആർക്കും പ്രവേശിക്കാവുന്ന അമ്പലമാണ് ശബരിമല. പൂജ ചെയ്യുന്ന മേൽശാന്തിയും കീഴ്ശാന്തിയും തന്ത്രിയും മാത്രമേ ഏതെങ്കിലും ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളവർ ആകാറുള്ളൂ. അയ്യൻ എന്നത് പാലിയിലെ അയ്യ എന്ന പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ശ്രേഷ്ഠൻ എന്നർത്ഥം. സംസ്കൃതത്തിലെ ആര്യ എന്ന പദത്തിന് സമാനമായ പാലി പദമാണ് അയ്യ. ഇതാണ് ദ്രാവിഡീകരിച്ച് അയ്യനും അയ്യപ്പനുമായത്. ശാസ്താവ് എന്നത് ബുദ്ധൻ്റെ പര്യായമായി ഉപയോഗിക്കുന്നു. ആചാര്യൻ എന്നാണ് അർത്ഥം. ബുദ്ധമത തത്വങ്ങൾ പഠിപ്പിക്കുക വഴി ആചാര്യൻ എന്ന പര്യായം ബുദ്ധന് ലഭിച്ചു. അയ്യപ്പൻ എന്ന പേര് വിഷ്ണു എന്നർത്ഥം വരുന്ന അയ്യ എന്ന വാക്കും ശിവൻ എന്നർത്ഥം വരുന്ന അപ്പ എന്ന വാക്കും ഏകോപിച്ച് ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് ഐതിഹ്യം. ശാസ്താവിൻ്റെ ഒരു രൂപം കൃഷ്ണപുരം കൊട്ടാരത്തിലുമുണ്ട്. ശാസ്താവ് അഥവാ അയ്യപ്പൻ ഹിന്ദു ദേവനാക്കപ്പെട്ട ബുദ്ധനാണെന്നും അതിനു മുമ്പ് അതൊരു ദ്രാവിഡ ദേവനായിരുന്നു എന്നും ധർമ്മശാസ്താവ് എന്ന പേരിൽ തന്നെ ബുദ്ധനെ കണ്ടെത്താമെന്നുമാണ് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം. എന്നാൽ ഇതെല്ലാം തെറ്റാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ഇത് ഹിന്ദു ദൈവമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അത്തരക്കാരുടെ അഭിപ്രായത്തിൽ ആര്യ ആഗമനത്തിനു മുമ്പ് ദ്രാവിഡർ ആരാധിച്ചിരുന്ന പ്രധാന മൂർത്തികളാണ് ഭദ്രകാളിയും വേട്ടക്കാരനും. മരച്ചുവട്ടിലും ദേശത്തിന് കാവലായും മലനാടിന് തന്നെ കാവലായും സർപ്പങ്ങൾക്കൊപ്പം പൂർവികമായി തന്നെ ശാസ്താവ് എന്ന സങ്കല്പത്തെ ആരാധിച്ചിരുന്നു. ചരിത്രമെഴുതിയ PR രാമവർമ്മ അനുമാനിക്കുന്നത് അയ്യപ്പൻ ക്രിസ്തുവർഷം 1006 ജനിച്ചതെന്നാണ്. ശാസ്താവ് എന്നത് ബുദ്ധൻ്റെ പര്യായമായും ഉപയോഗിക്കുന്നു. ധർമ്മം എന്നത് ബുദ്ധധർമ്മം എന്നതിൻ്റെ മലയാളീകരിച്ച പദമായും അവർ സൂചിപ്പിക്കുന്നു. ശബരിമലയിലെ ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനത്തിൽ ബുദ്ധമതാചാര്യങ്ങൾ മുന്നിട്ട് നിൽക്കുന്നതെന്നും ചില പണ്ഡിതന്മാർ പ്രസ്താവിക്കുന്നു. അയ്യപ്പ ഭക്തന്മാർ തീർത്ഥാടനത്തിനു മുൻപ് 41 ദിവസത്തെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നതും ശബരിമലയിലെ പൂജകൾ മലയാള ബ്രാഹ്മണരാണ് നടത്തിവരുന്നത് എന്നതും തീർത്ഥാടന യാത്രയിലും അനുഷ്ഠാനങ്ങളിലുടനീളവും ശരണം വിളികളാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നതും ഹൈന്ദവ ക്ഷേത്രത്തിലെ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കുന്നു. തത്വമസി എന്ന ശാസ്ത്രത്തെ പോലെ തന്നെയാണ് അവിടുത്തെ ആചാരങ്ങളും. ശബരിമലയിൽ ജാതി വ്യത്യാസം പരിഗണിക്കാറില്ല എന്നതും ശാസ്താ ക്ഷേത്രങ്ങൾ മിക്കവയും വനാന്തർഭാഗങ്ങളിലാണ് എന്നതും ഇതിന് ശക്തി പകരുന്ന മറ്റു തെളിവുകൾ ആണ്. ശാസ്താ വിഗ്രഹങ്ങൾക്കും ബുദ്ധവിഗ്രഹങ്ങൾക്കും ഇരിക്കുന്ന രീതിയിലും രൂപത്തിലും സാമ്യമുണ്ടെന്ന കാര്യവും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമരകോശത്തിൻ്റെ കർത്താവ് ശാസ്താവ് എന്ന പദം ബുദ്ധൻ്റെ പര്യായമാണ് എന്ന് പറയുന്നുമുണ്ട്.
എന്നാൽ വില്ലാളി വീരൻ, വീരമണികണ്ഠൻ എന്ന സംബോധനകൾ ബൗദ്ധാചാരങ്ങളുമായി ഒത്തുപോകുന്നില്ല എന്നൊരു വാദം നിലവിലുണ്ട്. പൂർണ്ണ അഹിംസാവാദിയായ ശ്രീബുദ്ധന് ഈ സംബോധനകൾ ഒട്ടും യോജിക്കുന്നില്ല എന്നത് ഇവർ എടുത്തു കാണുന്നു. അതുപോലെ ശരണകീർത്തനത്തിന് വൈദിക പാരമ്പര്യവുമായാണ് ബന്ധം എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. വൈദിക മന്ത്രങ്ങളിലെ ശരണമന്ത്രങ്ങളെ ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നു. അയ്യപ്പൻ്റെ ഇരിപ്പും ബുദ്ധൻ്റേതുപോലെയല്ല, മറിച്ച് യോഗ ദക്ഷിണാമൂർത്തി, യോഗ നരസിംഹം എന്നിവരുടേതുപോലെയാണെന്നും അഭിപ്രായമുണ്ട്. കൂടാതെ പള്ളിവേട്ട, മാളികപ്പുറത്തെ ഗുരുതി എന്നിവയും ബൗദ്ധ പാരമ്പര്യത്തിന് വിരുദ്ധമാണ്. പാണ്ഡ്യ നാട്ടിൽ നിന്നും കുടിയേറിയ പന്തളത്ത് രാജവംശം കൊല്ലവർഷം 377, ക്രിസ്തുവർഷം 1202 പന്തളത്തെത്തിയത്. വാവരുടെ പൂർവികർ പാണ്ഡ്യനാട്ടിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ കുടിയേറിയതാകട്ടെ കലിവർഷം 4441, ക്രിസ്തുവർഷം 1440. തമിഴ്നാട്ടിലെ അവരാങ്കോവിലിൽ നിന്നും വാവരുടെ പൂർവികർ കുടിയേറിയത് 500 വർഷം മുൻപ് മാത്രമാണെന്നും വിദ്വാൻ കുറുമള്ളൂർ നാരായണപിള്ള ശ്രീഭൂതനാഥ സർവസ്വം എന്ന കൃതിയിൽ പറയുന്നു. അഷ്ടശാസ്താക്കന്മാർ. ശാസ്താവിന് പ്രധാനമായും 8 ഭാവങ്ങൾ പറയുന്നു. ഇവയെ അഷ്ടശാസ്താക്കന്മാർ എന്ന് പറയുന്നു. ആദി മഹാശാസ്താവ്, ധർമ്മശാസ്താവ്, ജ്ഞാനശാസ്താവ്, കല്യാണവരദ ശാസ്താവ്, സമ്മോഹന ശാസ്താവ്, സന്താനപ്രാപ്തി ശാസ്താവ്, വേദശാസ്താവ്, വീരശാസ്താവ് എന്നിങ്ങനെ 8 ഭാവങ്ങളിലാണ് ശാസ്താക്കന്മാർ ഉള്ളത്. ജ്ഞാനശാസ്താവ് ജ്ഞാനത്തിൻ്റെ അധിപനായി രൂപപ്പെടുന്ന ശാസ്താവ്. ശിവന്റെ ദക്ഷിണാമൂർത്തി എന്ന സങ്കല്പത്തോട് വളരെ സാദൃശ്യമുണ്ട്. ബ്രഹ്മദേവനും സരസ്വതി ദേവിയും ഭഗവാനിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഭഗവാൻ സരസ്വതി ദേവിയെപ്പോലെ കയ്യിൽ വീണയും പാദങ്ങളുടെ അരികിൽ വേദങ്ങളും വെച്ച് യോഗാസനത്തിൽ ഇരിക്കുന്നു. കല്യാണവരദ ശാസ്താവ്. 2 ഭാര്യമാരോടൊപ്പം ആനപ്പുറത്തിരിക്കുന്ന ഭഗവാൻ സ്വയംവര കർത്താവായി, അതായത് വിവാഹം നടത്തി കൊടുക്കുന്ന സ്വരൂപമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. സമ്മോഹന ശാസ്താവ്. ശാസ്താവിൻ്റെ ഈ രൂപം ചന്ദ്രൻ്റെയും ഇന്ദ്രൻ്റെയും സങ്കല്പത്തെ പ്രതിനിധീകരിക്കുന്നു. ഇന്ദ്രൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇന്ദ്രൻ ശാസ്താവിന് ഐരാവതം നൽകിയതായിട്ടാണ് പുരാണം പറയുന്നത്. ഭഗവാന് ചുറ്റുമുള്ള പ്രഭാവലയം ചന്ദ്രൻ്റേതാണ്. ഈ സ്വരൂപം ഉത്തമ ദാമ്പത്യവും സകല ഐശ്വര്യവും നൽകുന്നതിന് സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. സന്താനപ്രാപ്തി ശാസ്താവ്. ശാസ്താവിൻ്റെ ഈ രൂപം ശുക്രൻ്റെ പ്രതിബിംബമാണ്. അസുരഗുരു ശുക്രാചാര്യരുടെ മുൻപിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട രൂപമാണിത്. സദാ ദമ്പതികളെ, കുട്ടികളെ അനുഗ്രഹിക്കുന്നതായി സങ്കല്പിക്കുന്ന ശാസ്താവ്. ദശരഥൻ പുത്രകാമേഷ്ടി യജ്ഞം നടത്തിയപ്പോൾ അഗ്നിദേവനൊപ്പം സമ്പാദം നൽകാൻ പ്രത്യക്ഷപ്പെട്ടെന്ന് രാമായണത്തിൽ പരോക്ഷമായി ഈ ഭഗവാനെ പരാമർശിക്കുന്നുണ്ട്. ഭാര്യ പ്രഭയോടും സത്യകൻ എന്ന മകനോടും കൂടിയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. വേദശാസ്താവ്. ശാസ്താവിൻ്റെ ഈ രൂപം വില്ലും അമ്പും കൊണ്ട് സിംഹത്തിൻ്റേതോ അല്ലെങ്കിൽ കടുവയുടേതോ മേൽ ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പം. കണ്ടത്തിൽ മണിയുള്ളതിനാൽ മണികണ്ഠൻ്റെ രൂപമാണ്. വേദശാസ്താവായ മണികണ്ഠനെ 2 ഭാര്യമാരായ പൂർണ്ണയ്ക്കും പുഷ്കലയ്ക്കുമൊപ്പം ആരാധിക്കുന്നുണ്ട്. വീരശാസ്താവ്. യോദ്ധാവിൻ്റെ രൂപത്തിൽ കുതിരപ്പുറത്ത് ഇരിക്കുന്ന ശാസ്താവ് അശ്വാരൂഢ ശാസ്താവ് അഥവാ കിരാത ശാസ്താവ്. ഈ രൂപം തമിഴ് നാടോടി ദൈവമായ അയ്യനാറുമായി സാദൃശ്യമുണ്ട്. ആദി മഹാശാസ്താവ്. ചോളന്മാരാണ് ആദിശാസ്താവിനെ ആരാധിച്ചിരുന്നതായി രേഖയുള്ളത്. ഇടുപ്പിനും ഇടത് കാലിനും മുകളിൽ ഒരു യോഗപ്പട്ട ധരിച്ച് 2 ഭാര്യമാരായ പൂർണ്ണയോടും പുഷ്കലയോടുമൊപ്പം ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പം. ധർമ്മശാസ്താവ്. കേരളത്തിൽ പൊതുവെ നാം കാണുന്നതും വളരെ പ്രചാരത്തിലുള്ളതുമായ ആരാധനാമൂർത്തിയാണിത്. ധർമ്മശാസ്താവ് എന്ന സങ്കല്പത്തിൽ 2 ഭാര്യമാരായ പൂർണ്ണയ്ക്കും പുഷ്കലയ്ക്കുമൊപ്പം ആരാധിക്കുന്നു. പരമശിവന് വിഷ്ണുമായിൽ പിറന്ന കുട്ടിയാണ് അയ്യപ്പൻ എന്നാണ് ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം പന്തള രാജാവിൻ്റെ മകൻ എന്ന് വിശ്വസിക്കുന്ന മണികണ്ഠനെ പറ്റിയാണ്. പന്തള രാജാവിൻ്റെ ഒരു യോദ്ധാവായും അയ്യപ്പനെ ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ട്. ശബരിമല ക്ഷേത്രം നശിപ്പിച്ച ചില ശക്തികളെ നിഗ്രഹിച്ച് വിഗ്രഹ പുനഃപ്രതിഷ്ഠ നടത്തിയ ഈ യോദ്ധാവ് അയ്യപ്പൻ എന്നാണ് പേര്. നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അദ്ദേഹം അപ്രത്യക്ഷനായി എന്ന് കരുതുന്നു. എന്നാൽ ഈ ആളുകൾ അദ്ദേഹം ശാസ്താവിൻ്റെ അവതാരമായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്.
മറ്റൊരു ഐതിഹ്യപ്രകാരം പൊന്നമ്പലമേട്ടിലെ സന്യാസിയുടെ മകനായിരുന്നു അയ്യപ്പനെന്നും ആയോധന കലകളിൽ പരിശീലനം നേടിയ ശേഷം പന്തളം രാജസൈന്യത്തിലേക്ക് അയക്കപ്പെട്ടുവെന്നും പറയുന്നു. ഭക്തർക്ക് സുരക്ഷ നൽകുന്നതിൽ ശാസ്താവിനെ പോലെ ശക്തനായ മറ്റൊരു ദൈവമില്ല എന്നതാണ് വിശ്വാസം. എല്ലാ രാത്രിയിലും ഗ്രാമത്തിലൂടെ ശാസ്താവ് സവാരി നടത്തുകയും കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുകയും തൻ്റെ പ്രദേശത്ത് പ്രവേശിക്കുന്ന ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. വരാനിരിക്കുന്ന അപകടത്തിൽ നിന്നോ നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നു. പക്ഷേ നിങ്ങൾ പാപികളാണെങ്കിലോ അല്ലെങ്കിൽ അധർമ്മം ചെയ്യുന്നവരാണെങ്കിലോ സംരക്ഷണം ലഭിക്കില്ല. അതാണ് ശാസ്താവും ശനീശ്വരനുമായുള്ള ഉടമ്പടി. അയ്യപ്പനും ശനിദോഷ പരിഹാരവും. ശനിയാഴ്ച ദിവസം അയ്യപ്പ അഥവാ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശനിദോഷം മൂലമുള്ള ദുരിതങ്ങൾക്ക് പരിഹാരം ആണെന്നാണ് വിശ്വാസം. ശനിദോഷ പരിഹാരമായി ചെയ്യുന്നതാണ് നീരാഞ്ജനം. നാളികേര മുറിയിൽ എള്ളെണ്ണയൊഴിച്ച് എള്ള് കിഴികെട്ടി തിരികൊളുത്തുന്നതാണ് സമ്പ്രദായം. ശിവപുത്രനായ ശാസ്താവിന് ഭഗവാൻ ശനീശ്വരൻ സംഹാരകത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശാസ്താവിന് മുൻപിൽ നീരാഞ്ജനം തെളിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണിത്. വീടുകളിലും ശാസ്താവിൻ്റെ ചിത്രം വച്ച് നാളികേര മുറിയിൽ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ശബരിമല അയ്യപ്പസ്വാമിയെപ്പറ്റി ആദ്യമായി പ്രസിദ്ധീകൃതമായ ഗ്രന്ഥം കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവ് എഴുതി 1929 അച്ചടിച്ച ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന ഗ്രന്ഥമാണ്. 60 വർഷത്തോളം ലഭ്യമല്ലാതിരുന്ന ഈ കിളിപ്പാട്ട് എറണാകുളം പുല്ലേപ്പടി റോഡിലെ ശബരി ശരണാശ്രമം കണ്ടെത്തി 2010 വീണ്ടും പ്രസിദ്ധീകരിച്ചു. പ്രധാന ദിവസം ശനിയാഴ്ച. ശാസ്താ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇത്. വിശേഷ ദിവസങ്ങൾ. മണ്ഡല മകരവിളക്ക് ദിവസങ്ങൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട ധർമ്മശാസ്താ ക്ഷേത്രങ്ങൾ. ശബരിമല ധർമ്മശാസ്താ ക്ഷേത്രം പത്തനംതിട്ട ജില്ല. എരുമേലി വലിയമ്പലം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം കോട്ടയം ജില്ല. കാരയ്ക്കാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം പന്തളം പത്തനംതിട്ട ജില്ല. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രം പത്തനംതിട്ട ജില്ല. കൊട്ടാരം ക്ഷേത്രം. പാലക്കുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം തളിപ്പറമ്പ് കണ്ണൂർ ജില്ല. അച്ചൻകോവിൽ പൂർണ്ണ പുഷ്കല സമേത ശാസ്താ ക്ഷേത്രം കൊല്ലം ജില്ല. കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താ ക്ഷേത്രം കൊല്ലം ജില്ല. ഇങ്ങനെ നിരവധി അയ്യപ്പ ക്ഷേത്രങ്ങൾ കേരളത്തിലുടനീളം ഉണ്ട്. അയ്യപ്പസ്വാമിയുടെ ജനനവും ചരിത്രവും ഇനി നോക്കാം. മധുര, തിരുനെൽവേലി, രാമനാഥപുരം എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടന്ന പാണ്ഡ്യ രാജവംശത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന തിരുമല നായ്ക്കരാൽ പുറത്താക്കപ്പെട്ട പാണ്ഡ്യ രാജവംശത്തിലെ അംഗങ്ങൾ വള്ളിയൂർ, തെങ്കാശി, ചെങ്കോട്ട, അച്ചൻകോവിൽ, ശിവഗിരി എന്നിവിടങ്ങളിൽ താമസിച്ചു വന്നു. തിരുവിതാംകൂറിൻ്റെ ചില ഭാഗങ്ങളിൽ അവർ തങ്ങളുടെ മേൽക്കോയ്മ സ്ഥാപിച്ചെടുത്തിരുന്നു. ശിവഗിരിയിലെ ചെമ്പഴനാട്ടു കോവിലുള്ള ചിലർക്ക് തിരുവിതാംകൂർ രാജാവ് പന്തള രാജ്യം ഭരിക്കാനുള്ള അവകാശം നൽകിയിരുന്നു. ഈ രാജവംശത്തിലാണ് അയ്യപ്പസ്വാമിയുടെ വളർത്തച്ഛനായ രാജശേഖരൻ എന്ന രാജാവ് ജീവിച്ചിരുന്നത്. നീതിമാനും ധർമ്മനിഷ്ഠനുമായ രാജാവിൻ്റെ ഭരണത്തിൻ കീഴിൽ ജനങ്ങൾ സന്തുഷ്ടരായി കഴിയുകയും രാജ്യം സുവർണ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ദുഃഖം മാത്രം രാജാവിന് വിട്ടുമാറാതെ പിന്തുടർന്നു. അദ്ദേഹത്തിന് പുത്ര സൗഭാഗ്യം ലഭിച്ചില്ല. അതിനാൽ ചെങ്കോലേന്താൻ ഒരു അനന്തരാവകാശി ഇല്ലാതെയായി. നിസ്സഹായരായ രാജാവും രാജ്ഞിയും ശിവഭഗവാനോട് ഒരു കുഞ്ഞിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു വന്നു. ഇതേ കാലത്ത് തന്നെ മഹിഷാസുരൻ എന്ന അസുര രാജാവ് കഠിന തപസ്സിലൂടെ ഭൂമിയിൽ ആർക്കും തന്നെ വധിക്കാൻ സാധിക്കരുതെന്ന വരം ബ്രഹ്മാവിൽ നിന്ന് നേടിയെടുത്തു. ബ്രഹ്മാവിൻ്റെ വരത്തിലൂടെ അഹങ്കാരിയായി തീർന്ന മഹിഷാസുരൻ ജനങ്ങളെ കൂട്ടമായി നിഗ്രഹിക്കുകയും പുരങ്ങളും ജനപദങ്ങളും തകർക്കുകയും ചെയ്തു. ഭീതി പൂണ്ട ജനങ്ങൾ അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അമാനുഷിക ശക്തിയുള്ളവർക്ക് മാത്രമേ മഹിഷാസുരനെ വധിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ
ദുർഗാദേവിയെ അഭയം പ്രാപിക്കുകയും രക്തരൂഷിതമായ യുദ്ധത്തിനൊടുവിൽ ദേവി അയാളെ വധിക്കുകയും ചെയ്തു. മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷി തൻ്റെ സഹോദരനെ വധിച്ചതിന് പ്രതികാരം ചെയ്യാനായി ഉറച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്തു. വിഷ്ണുവിനും അഥവാ ഹരി, ശിവനുമായി അഥവാ ഹരൻ ജനിക്കുന്ന പുത്രന് മാത്രമേ തന്നെ വധിക്കാനാവൂ എന്ന് വരം വാങ്ങി. ഉടൻ തന്നെ മഹിഷി ദേവലോകത്തേക്ക് പുറപ്പെട്ട് ദേവന്മാരെ ദ്രോഹിക്കാൻ ആരംഭിച്ചു. പൊറുതിമുട്ടിയ ദേവന്മാർ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹിഷി നേടിയ വരത്തെക്കുറിച്ച് മനസ്സിലാക്കി ഭഗവാൻ അസുരന്മാരിൽ നിന്ന് അമൃത് അപഹരിച്ച് ദേവന്മാർക്ക് നൽകാൻ മോഹിനി വേഷം കൈക്കൊണ്ടു. ആ മോഹിനി വേഷത്തോടെ ശിവനുമായി ചേർന്ന് ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിനെ സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചു കഴിയുന്ന ശിവഭക്തനായ പന്തള രാജാവ് രാജശേഖരൻ്റെ സംരക്ഷണയിൽ വളർത്താൻ തീരുമാനിച്ചു. ഒരിക്കൽ പമ്പാ നദിയുടെ തീരത്തുള്ള വനത്തിൽ വേട്ടയ്ക്കായി ചെന്ന പന്തള രാജാവ് പ്രകൃതി ഭംഗിയിലും വെള്ളച്ചാട്ടങ്ങളുടെ മനോഹാരിതയിലും മുഴുകി നിൽക്കവേ വനത്തിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അമ്പരന്നു പോയ രാജാവ് ആ ശബ്ദത്തെ പിന്തുടർന്ന് കൈകാലിട്ടടിക്കുന്ന ഒരു ഓമന കുഞ്ഞിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നു. കൗതുകപൂർവം കുഞ്ഞിനെ നോക്കി നിന്ന രാജാവ് ആ ഓമന പൈതലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ കൊതിച്ചു. കുഞ്ഞിനുമേൽ ദൃഷ്ടി പതിപ്പിച്ചു നിന്ന് രാജാവിന് മുമ്പിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകി. ഈ കുട്ടിയുടെ സാന്നിധ്യം കൊണ്ട് രാജവംശത്തിന് മേലുള്ള കരിനിഴലുകൾ നീങ്ങുമെന്നും അവന് 12 വയസ്സ് തികയുമ്പോൾ അവൻ്റെ ദിവ്യത്വം വെളിവാകുമെന്നും സന്യാസി രാജശേഖരനെ ഉണർത്തിച്ചു. കുഞ്ഞിൻ്റെ കഴുത്തിലെ മണി കണ്ട സന്യാസി അവനെ മണികണ്ഠൻ എന്ന് നാമകരണം ചെയ്യാൻ രാജാവിനെ ഉപദേശിച്ചു. ഹർഷോന്മാദത്തോടെ രാജശേഖരൻ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നടന്ന സംഭവങ്ങളെല്ലാം രാജ്ഞിയെ അറിയിച്ചു. ശിവന്റെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം ഭവിച്ചതെന്ന് അവർ ഇരുവരും വിശ്വസിച്ചു. രാജശേഖരന് ശേഷം രാജാവായി ആകാൻ കൊതിച്ചിരുന്ന ദിവാൻ ഒഴികെയുള്ള എല്ലാവരും രാജദമ്പതികളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. കുട്ടിയായിരുന്നിട്ടും മണികണ്ഠൻ ബുദ്ധിമാനും പക്വമതിയുമായിരുന്നു. ആയോധന വിദ്യയിലും ശാസ്ത്രങ്ങളിലും പ്രാഗൽഭ്യം പ്രകടിപ്പിച്ച മണികണ്ഠൻ തൻ്റെ ബുദ്ധിശക്തി കൊണ്ടും അമാനുഷിക പ്രതിഭ കൊണ്ടും ഗുരുവിനെ അതിശയിപ്പിച്ചു. പന്തളത്ത് സമാധാനവും ഐശ്വര്യവും പുലർന്നു. കുട്ടി കേവലമായ ഒരു നശ്വര ജന്മമല്ലെന്നും അവനിൽ ദിവ്യചൈതന്യം കുടികൊള്ളുന്നു എന്നുമുള്ള നിഗമനത്തിൽ അയ്യപ്പൻ്റെ ഗുരു എത്തിച്ചേർന്നു. പഠനം പൂർത്തിയാക്കിയ മണികണ്ഠൻ യഥോചിതം ഗുരുദക്ഷിണ നൽകാനും ഗുരുവിൻ്റെ അനുഗ്രഹം നേടാനുമായി പുറപ്പെട്ടു. അമാനുഷിക പ്രഭാവമുള്ള ദിവ്യശക്തിയുടെ ഉടമയാണ് അവൻ എന്ന തൻ്റെ വിശ്വാസം ആശിസ് തേടി എത്തിയ മണികണ്ഠനെ ഗുരു അറിയിച്ചു. അന്ധനും ബധിരനുമായ തൻ്റെ പുത്രന് കാഴ്ചയും സംസാരശേഷിയും നൽകി അനുഗ്രഹിക്കണമെന്ന് അദ്ദേഹം ശിഷ്യനോട് അഭ്യർത്ഥിച്ചു. മണികണ്ഠൻ ഗുരുപുത്രൻ്റെ ശിരസിൽ കൈവച്ചതും അവന് കാഴ്ചയും സംസാരശേഷിയും കൈവന്നു. താൻ ചെയ്ത അത്ഭുത പ്രവൃത്തി ആരോടും പറയരുതെന്ന് അഭ്യർത്ഥിച്ച് മണികണ്ഠൻ രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി. തൻ്റെ പദ്ധതികൾ പൊളിയുന്നത് കണ്ട് നിരാശനായി തീർന്ന ദിവാൻ രാജ്ഞിയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. സ്വന്തം മകൻ ജീവിച്ചിരിക്കുമ്പോൾ മണികണ്ഠനെ അനന്തരാവകാശിയാക്കുന്നത് അനുചിതമാണെന്ന് അയാൾ രാജ്ഞിയെ ധരിപ്പിച്ചു. അർത്ഥശാസ്ത്രപ്രകാരം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നതിനാൽ അസുഖം അഭിനയിക്കാൻ ദിവാൻ രാജ്ഞിയെ ഉപദേശിച്ചു. അയാളുടെ നിയന്ത്രണത്തിലുള്ള വൈദ്യൻ രാജ്ഞിയുടെ അസുഖം മാറാൻ പുലിപ്പാൽ വിധിക്കും. പുലിപ്പാൽ തേടി പുറപ്പെടുന്ന മണികണ്ഠൻ നരഭോജികൾക്ക് ഇരയായിത്തീരും. ചുമതല നിറവേറ്റാൻ കഴിയാതെ പരാജിതനായാണ് മടങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും അവൻ്റെ മേലുള്ള രാജശേഖരൻ്റെ പ്രീതി ക്ഷയിക്കുകയും ചെയ്യും. പുത്രസ്നേഹത്താൽ അന്ധയായി തീർന്ന രാജ്ഞി ദിവാൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയും അയാൾ നിർദ്ദേശിച്ചതുപോലെ താങ്ങാനാകാത്ത തലവേദനയാൽ താൻ വലയുന്നതായി രാജാവിനെ ധരിപ്പിക്കുകയും ചെയ്തു. രാജാവിൽ പരിഭ്രാന്തി വളരുകയും കൊട്ടാരം വൈദ്യനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും രാജ്ഞിയുടെ രോഗം എന്തെന്ന് മനസ്സിലാക്കാൻ കൊട്ടാരം വൈദ്യന് കഴിഞ്ഞില്ല. ഈ തക്ക മുതലെടുത്ത് ദിവാൻ ഏർപ്പാടാക്കിയ വൈദ്യൻ രംഗത്തു വന്ന് ഈറ്റപ്പുലിയുടെ പാൽ മാത്രമേ രാജ്ഞിയുടെ അസുഖത്തിന് പ്രതിവിധിയായിട്ടുള്ളൂ എന്ന് അറിയിച്ചു. നിസ്സഹായയായ രാജ്ഞിയുടെ അസുഖം ഭേദമാക്കുന്നവർക്ക് അർദ്ധരാജ്യം നൽകുന്നതാണെന്ന് രാജശേഖരൻ വിളംബരം ചെയ്തു.
പുലിപ്പാൽ ശേഖരിക്കാൻ രാജശേഖരൻ നിയോഗിച്ച പട്ടാളക്കാരുടെ സംഘം വെറും കൈയോടെ മടങ്ങിയെത്തി. മണികണ്ഠൻ പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും അവൻ്റെ ഇളം പ്രായവും വരാനിരിക്കുന്ന കിരീടധാരണവും ചൂണ്ടിക്കാട്ടി രാജശേഖരൻ അവനെ പിന്തിരിപ്പിച്ചു. കുടുംബത്തിനായി ഒരു ഉപകാരം ചെയ്യാനെങ്കിലും തന്നെ അനുവദിക്കണമെന്ന് ദൃഢനിശ്ചയത്തോടുകൂടി മണികണ്ഠൻ പിതാവിനോട് ആവശ്യപ്പെട്ടു. ചുമതലാബോധമുള്ള പിതാവെന്ന നിലയിൽ മകൻ്റെ അഭ്യർത്ഥന അദ്ദേഹം നിരസിച്ചുവെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പുലിപ്പാലിനായി കാട്ടിലേക്ക് പുറപ്പെടാൻ മണികണ്ഠനെ അദ്ദേഹത്തിന് അനുവദിക്കേണ്ടതായി വന്നു. മണികണ്ഠന് സഹായത്തിനായി ധീരരായ ഭടന്മാരുടെ ഒരു സംഘത്തെ കൂടെ രാജാവ് അയച്ചു. കാടിനുള്ളിലേക്ക് എത്തിപ്പെട്ട മണികണ്ഠസ്വാമി അവിടെ മഹിഷി നടത്തി വന്ന അതിക്രമങ്ങൾ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ നീതിബോധം ഉണർന്നു. മഹിഷിയെ മണികണ്ഠൻ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. അവൾ അഴുതാ നദിയുടെ കരയിൽ വന്നു പതിച്ചു. ഇരുവരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു. ഒടുവിൽ മണികണ്ഠൻ മഹിഷിയുടെ മാറത്ത് കയറി താണ്ഡവ നൃത്തം ചവിട്ടി. അതിൻ്റെ പ്രതിധ്വനി ഭൂമിയിലും സ്വർഗത്തിലും ചെന്നലച്ചു. ദേവന്മാർ പോലും ഭയചകിതരായി. തൻ്റെ മേൽ നൃത്തമാടുന്നത് ഹരിഹരന്മാരുടെ പുത്രനായ പുണ്യപുരുഷനാണെന്ന് മനസ്സിലാക്കിയ മഹിഷി ആ കൊച്ചു ബാലനെ വണങ്ങി മരണത്തിന് കീഴടങ്ങി. ശിവഭഗവാനും മഹാവിഷ്ണുവും കാളകെട്ടിയുടെ മുകളിൽ നിന്ന് ആ നൃത്തം വീക്ഷിക്കുകയായിരുന്നു. മഹിഷി രൂപം പൂണ്ട കവലൻ എന്ന കറമ്പൻ്റെ മകളായ ലീല ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹത്തോടെ ശാപമോക്ഷം നേടി മാളികപ്പുറത്തമ്മയായെന്നും ഒരു ഐതിഹ്യമുണ്ട്. ആ പേരിൽ അവർക്ക് ഒരു ക്ഷേത്രവുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് സാക്ഷാൽ മധുര മീനാക്ഷി ദേവിയാണ്. പന്തളം രാജാക്കന്മാർ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന മധുര മീനാക്ഷി ദേവിയെ ശബരിമല അയ്യപ്പന് സമീപമായി മാളികപ്പുറത്തമ്മയായി അവരോധിക്കുകയും അവിടെ ഒരു ക്ഷേത്രം പണിയുകയുമാണ് ഉണ്ടായത്. മഹിഷി നിഗ്രഹത്തിന് ശേഷം മണികണ്ഠൻ പുലിപ്പാൽ ശേഖരിക്കാനായി വനത്തിനുള്ളിൽ പ്രവേശിച്ചു. ശിവഭഗവാൻ അവിടെ വെച്ച് മണികണ്ഠന് ദർശനം നൽകുകയും അവൻ്റെ ദിവ്യമായ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പൂർത്തിയാക്കി കഴിഞ്ഞെന്നും ഇനിയും ഒരു കർത്തവ്യം കൂടെ നിറവേറ്റാനുണ്ടെന്നും അറിയിച്ചു. മണികണ്ഠന് ദുഃഖാർത്തനായ പിതാവിനെക്കുറിച്ചും രോഗബാധിതയായ മാതാവിനെക്കുറിച്ചും ഓർമ്മിപ്പിച്ച ദേവൻ വിലപ്പെട്ട പുലിപ്പാൽ ശേഖരിക്കാൻ ദേവേന്ദ്രൻ്റെ സഹായം വാഗ്ദാനം നൽകുകയും ചെയ്തു. ദേവേന്ദ്രൻ പുലിയുടെ രൂപത്തിൽ മണികണ്ഠനോടൊപ്പം രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. മറ്റു ദേവന്മാർ ആൺപുലികളായും ദേവസ്ത്രീകൾ പെൺപുലികളായും അവരെ അനുഗമിച്ചു. കുട്ടിയും പുലികളും വരുന്നത് കണ്ട് ഭയപ്പെട്ട പന്തളവാസികൾ ഓടിച്ചെന്ന് വീടുകളിൽ ഒളിച്ചു. പെട്ടെന്ന് അത്ഭുത സ്തബ്ധനായി നിന്ന ചക്രവർത്തിയുടെ മുന്നിൽ പണ്ട് കാട്ടിൽ വെച്ച് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ശങ്കിച്ചു നിന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ട് ഉപദേശങ്ങൾ നൽകിയ അതേ സന്യാസി ആഗതനായി മണികണ്ഠൻ്റെ പൊരുൾ വെളിപ്പെടുത്തി. മണികണ്ഠൻ പുലികളോടൊപ്പം കൊട്ടാരത്തിൻ്റെ കവാടത്തോടടുക്കാൻ തുടങ്ങിയപ്പോൾ രാജാവിൽ മൗനവും വിഷാദവും നിറഞ്ഞു. പുലിപ്പുറത്ത് നിന്ന് ഇറങ്ങിയ കുട്ടി ചക്രവർത്തിയോട് പറഞ്ഞു, ഈറ്റപ്പുലിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എത്രയും വേഗം പാൽ ശേഖരിച്ച് അമ്മയുടെ അത്ഭുത രോഗത്തിന് ശമനം വരുത്താം. അധിക നേരം പിടിച്ചു നിൽക്കാനാകാതെ രാജശേഖരൻ ബാലൻ്റെ പാദങ്ങളിൽ വീണ് മാപ്പിരുന്നു. ഒടുവിൽ രാജ്ഞിയുടെ കപടനാടകം പുറത്തായ നിമിഷം മണികണ്ഠൻ വനത്തിലേക്ക് യാത്രയായി. കാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ മണികണ്ഠന് 12 വയസ്സായിരുന്നു. തൻ്റെ മകൻ നാടുവിട്ട് കാട്ടിൽ പോകാൻ കാരണക്കാരനായ ദിവാനെ ശിക്ഷിക്കാൻ രാജശേഖര രാജാവ് തീരുമാനിച്ചു. എന്നാൽ എല്ലാം ദൈവഹിതമനുസരിച്ച് സംഭവിച്ചതാണെന്നും സംയമനം പാലിക്കണമെന്നും മണികണ്ഠൻ ഉപദേശിച്ചു. തൻ്റെ അവതാരോദ്ദേശങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞതിനാൽ താൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണെന്നും പിതാവിനോട് മണികണ്ഠൻ അറിയിച്ചു. തന്നോട് പുലർത്തിയ ഭക്തിവിശ്വാസങ്ങളിൽ തനിക്ക് സന്തുഷ്ടിയുണ്ടെന്നും അതിനുള്ള പ്രതിഫലം എന്ന നിലയിൽ രാജാവിന് ഇഷ്ടപ്പെട്ട ഒരു വരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും കുട്ടി അദ്ദേഹത്തെ ഉണർത്തിച്ചു. മണികണ്ഠൻ്റെ സ്മരണയ്ക്കായി ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹമുണ്ടെന്നും അതിലേക്ക് പറ്റിയ സ്ഥാനം കാണിച്ചു കൊടുക്കണമെന്നും തൽക്ഷണം രാജാവായ രാജശേഖരൻ അപേക്ഷിച്ചു. മണികണ്ഠൻ ഒരു അമ്പെയ്യുകയും അത് ശ്രീരാമൻ്റെ കാലത്ത് ശബരി എന്നു പേരായ സന്യാസിനി തപസ്സനുഷ്ഠിച്ച ശബരിമല എന്ന സ്ഥലത്ത് പതിക്കുകയും ചെയ്തു.
ആ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിച്ച ശേഷം മണികണ്ഠസ്വാമി അപ്രത്യക്ഷനായി. പിന്നീട് അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം രാജശേഖര രാജാവ് ശബരിമലയിൽ ക്ഷേത്രത്തിനുള്ള തറക്കല്ലിട്ടു. ഐഹിക സുഖങ്ങളിൽ നിന്നും ദാമ്പത്യ ജീവിതത്തിൽ നിന്നും അകന്നു നിന്ന് 41 ദിവസത്തെ വ്രതം നോറ്റ് ദർശനത്തിനെത്തുന്നവരിൽ മാത്രമേ തൻ്റെ അനുഗ്രഹം പതിയുകയുള്ളൂ എന്ന് മണികണ്ഠസ്വാമി അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയുണ്ടായി. നന്മയുടെ വെളിച്ചം വീശുന്ന ബ്രഹ്മചാരിയുടേതിന് തുല്യമായി ജീവിതം നയിക്കുന്ന ഇവരെ അയ്യപ്പന്മാർ എന്ന് വിളിച്ചു വരുന്നു. പുലിപ്പാൽ ശേഖരിക്കാൻ ഭഗവാൻ യാത്ര പുറപ്പെട്ടത് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ മാലകളാൽ അലങ്കരിച്ച 3 കണ്ണുള്ള തേങ്ങയും ആവശ്യം വേണ്ട ഭക്ഷണവുമേന്തി പമ്പയിൽ കുളിച്ച് ശരണമന്ത്രങ്ങൾ മുഴക്കി ഭക്തന്മാർ 18-ാം പടി കയറുന്നു. രാജശേഖര രാജാവ് സമയബന്ധിതമായി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും ക്ഷേത്ര സമുച്ചയത്തിലേക്ക് നയിക്കുന്ന പവിത്രമായ 18 പടികളും നിർമ്മിച്ചു. പമ്പ പവിത്രമായ ഗംഗ പോലെയും ശബരിമല കാശി പോലെയുമാണെന്ന ഭഗവാന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് ദർശനപുണ്യത്തിനായി ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ശ്രമകരമായ കർമ്മത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു. സമുദ്രത്തിൽ നിന്ന് കേരളത്തെ വീണ്ടെടുത്ത പരശുരാമൻ ധർമ്മശാസ്താവിൻ്റെ നിയോഗപ്രകാരം മകരസംക്രാന്തി ദിനത്തിൽ അയ്യപ്പൻ്റെ രൂപം കൊത്തിയെടുത്ത് ശബരിമലയിൽ പ്രതിഷ്ഠിച്ചു. ധർമ്മശാസ്താവായ അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ എല്ലാ വർഷവും ജാതിമത ഭേദമന്യേ കോടിക്കണക്കിന് ഭക്തർ ഇരുമുടിക്കെട്ടും ജമന്തിമാലയും ധരിച്ച് ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് പമ്പയിൽ കുളിച്ച് 18-ാം പടി ചവിട്ടുന്നു. അതായത് ശാസ്താവിൽ അയ്യപ്പസ്വാമി ലയിച്ചു ചേർന്നു എന്നാണ് ഐതിഹ്യം. അതിനാൽ ഇവിടുത്തെ ഭാവം ബ്രഹ്മചര്യ ഭാവമാണ്. ചിന്മുദ്രയണിഞ്ഞ ബ്രഹ്മചര്യ ഭാവമാണ് ശബരിമല അയ്യപ്പസ്വാമിയുടേത്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും മകരവിളക്ക് ആശംസകൾ. നന്ദി.